അങ്ങനെ ഓരോ പത്രത്തെയും ഇഴകീറി പരിശോധിച്ച് പത്രവാർത്തകളൊക്കെ ഇഴകീറി പരിശോധിച്ച് എല്ലാം വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, എന്തൊക്കെയാണ് പത്ര വിശേഷങ്ങൾ? തീർച്ചയായും ഞാൻ അങ്ങോട്ട് കിടക്കുകയാണ്. പിന്നെ കടന്നോളൂ. നമ്മൾ ബഹിരാകാശ വാർത്തകളൊക്കെ കഴിഞ്ഞിപ്പോൾ നാട്ടിലെത്തി. ഒരുപാട് വാർത്തകളുടെ ദിവസമാണ്. ആദ്യം ഒരു ദേശീയ വാർത്തയിൽ നിന്ന് തുടങ്ങാം. കാരണം വലിയ വാർത്തയായി മാതൃഭൂമി, മനോരമയും അടക്കമുള്ള പത്രങ്ങൾ ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത് മാവോയിസ്റ്റ് വേട്ടയാണ്. നമുക്കറിയാം, ഈ വരാൻ പോകുന്ന 2026 മാർച്ച് മാസത്തോടുകൂടി ഇന്ത്യയിൽ പൂർണ്ണമായും മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കും എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഛത്തീസ്ഗഡിലും ആ സംസ്ഥാനങ്ങളിലെല്ലാം, തെലങ്കാന, ഛത്തീസ്ഗഡ്, ആ സംസ്ഥാനങ്ങളിലെല്ലാം, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മാവോയിസ്റ്റ് വേട്ട നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഛത്തീസ്ഗഡിലെ ബസ്തറിലും കാൻഗറിലും എല്ലാം വലിയ ഓപ്പറേഷൻസ് നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 30 പേരെ വധിച്ചുവെന്നാണ് സുരക്ഷാ സേന അവകാശപ്പെടുന്നത്. അത് മാതൃഭൂമി ഒന്നാം പേജിൽ വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി മാത്രമല്ല, മനോരമയും ഒന്നാം പേജിൽ വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. മാധ്യമവും ഒന്നാം പേജിൽ തന്നെ വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. അതായത് ഒപ്പം ഒരു സുരക്ഷാ ജീവനക്കാരന് വീരമൃത്യു എന്നൊരു വരി കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അതായത് ഇത്രയും വലിയ ഓപ്പറേഷൻസ് നടക്കുമ്പോഴും മാവോയിസ്റ്റുകളെ നേരിടുമ്പോഴും സുരക്ഷാ ജീവനക്കാർക്ക് വീരമൃത്യു അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഈ വാർത്തയിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ മാവോയിസ്റ്റ് വേട്ട വലിയ വാർത്തയായി മാതൃഭൂമി, മനോരമയും ഒന്നാം പേജിൽ കൊടുത്തു. മറ്റ് പത്രങ്ങൾ ഒരു പക്ഷേ മാവോയിസ്റ്റ് വേട്ടയെ മറന്നുകൊണ്ട് നേരെ പോകുന്നത് ആശാസമരത്തിലേക്കാണ്. അതായത് ആശാസമരം വലിയൊരു സംഭവമായി കേരളത്തിൽ ഓരോ ദിവസവും അനുദിനം ഓരോ വലിയ ഡെവലപ്മെൻറ്റുകൾ വരുന്നൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം ആശാസമരവുമായി ബന്ധപ്പെട്ട് 2 ചർച്ചകൾ സംസ്ഥാനത്ത് നടന്നു. ആ ചർച്ചകൾക്കൊടുവിൽ ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് പോയതാണ് മറ്റൊരു വാർത്തയായി മാറുന്നത്. ഡൽഹിയിൽ എന്തിനു പോയി എന്നുള്ള ചോദ്യമാണ് ഈ ആശമാരെല്ലാം ഉന്നയിച്ചിട്ടുള്ളത്. അത് എന്തായാലും മാതൃഭൂമി, മനോരമയും ചിത്രങ്ങൾ മാത്രമാണ് ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇന്നലെ അവർ നിരാഹാര സമരം ആരംഭിച്ചു. ഈ അവരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ, സംസ്ഥാന സർക്കാർ അംഗീകരിക്കും വരെ, അതായത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നില്ല എന്നും പത്രങ്ങൾ പറയുന്നുണ്ട്. ആ സമരം, ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ നിരാഹാര സമരമാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ നിരാഹാര സമരത്തിൻ്റെ ഫോട്ടോയാണ് ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത്. മനോരമയും ഒന്നാം പേജിൽ നിരാഹാര സമരം ആരംഭിച്ചൊരു ചിത്രം ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാർത്തകളൊക്കെ അവസാന പേജിലേക്കാണ്. മനോരമ ഒരു സിംഗിൾ ലൈൻ നിരാഹാര സമരം ആരംഭിച്ചു എന്ന് പറഞ്ഞൊരു സിംഗിൾ ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് വരുന്നത് ഈ വീണ ജോർജ് ഡൽഹിയിലേക്ക് പോയതാണ്. വീണ ജോർജ് ഡൽഹിയിൽ പോയത് എന്തിനാണെന്നാണ് ആശാമാർ ചോദിക്കുന്നത്. അതിന് വീണ ജോർജ് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. വീണ ജോർജ് പറയുന്നത് കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ട എന്നാണ് സമരക്കാരുടെ തീരുമാനം. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഓണറേറിയം മതി എന്ന് സമരക്കാർ പറയുന്നു. അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് വേണ്ടേ എന്ന് മന്ത്രി ചോദിക്കുന്നുണ്ട്. മന്ത്രി ഇന്നലെ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു. അതാണ് ദേശാഭിമാനി വാർത്തയാക്കിയിട്ടുള്ളത്. അതായത് ഒരു വശത്ത് ആശമാരുടെ സമരം എന്തിനാണ് എന്ന് സർക്കാർ ചോദിക്കുന്നു. പക്ഷേ സമരം എന്തിനാണെന്ന് സമരക്കാർ ആവർത്തിച്ചുന്നയിക്കുന്നു. അത് മാത്രവുമല്ല, സമരം മറ്റൊരു ഘട്ടത്തിലേക്ക്, നിരാഹാരത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ പ്രതിപക്ഷത്തെ എല്ലാ MLA-മാരും, UDF MLA-മാർ എല്ലാവരും ചേർന്ന് നിയമസഭയിൽ നിന്ന് സമരപന്തലിലേക്ക് വലിയ മാർച്ച് നടത്തുന്നു. സമരപന്തലിലെത്തി അവർക്ക് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതും പത്രങ്ങൾ പ്രധാനമായിട്ട് തന്നെ ഒന്നാം പേജിലും ഉൾപേജിലും, ഈ മാതൃഭൂമി, മനോരമയും മാധ്യമവും കേരളവും അടക്കമല്ലാത്ത പത്രങ്ങൾ എല്ലാവരും തന്നെ, അതായത് ചന്ദ്രിക, സിറാജ്, വീക്ഷണം അടക്കമുള്ള പത്രങ്ങൾ, സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങൾ പ്രധാനപ്പെട്ട വാർത്തയെ ഒന്നാം പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദേശാഭിമാനി കുറച്ചും കൂടി വ്യക്തതയോട് അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ വീണ ജോർജ് പോയപ്പോൾ, ഇന്നലെ ആശമാർ ഉന്നയിച്ച വലിയ വിഷയമാണ്. വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയത് വെറുതെയാണ്, കണ്ടില്ല, കാണാൻ അനുമതി കിട്ടിയില്ല എന്നൊക്കെ പത്രങ്ങൾ പറയുന്നുണ്ട്. മനോരമ അത് നദ്ദയെ കണ്ടില്ല, ചർച്ചയിൽ നടന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് മറുപടിയായി വീണ ജോർജിനെ കാണാൻ വിസമ്മതിച്ച് JP നദ്ദ എന്നാണ് ദേശാഭിമാനി 5-ാം പേജിൽ വലിയ വാർത്ത കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, രാജ്യവ്യാപകമായ ആശമാർ സമരത്തിലാണ്. അവരുടെ പ്രക്ഷോഭത്തെക്കുറിച്ചും ഇന്ന് ദേശാഭിമാനി ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പത്രങ്ങൾ വിവിധ രീതിയിൽ വാർത്ത കൊടുത്തതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നൊന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ്. അതായത് കുറച്ച് കൗതുകമുള്ള വാർത്തകൾ, അതായത് ഓരോ പത്രങ്ങൾ എടുക്കാത്ത ചില വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മനോരമ ഒന്നാം പേജിൽ വളരെ മനോഹരമായൊരു വാർത്തയുണ്ട്. അതിൻ്റെ ഹെഡിങ് ഞാൻ വായിക്കാം. നൈസായിട്ടൊന്ന് ചൂടാക്കിയതാണ് ഉണ്ട ഫ്രൈ, ഠേ ഠേ. നല്ല ഹെഡിങ്ങാണ്. എന്താണ് ഈ വാർത്ത എന്ന് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് കൗതുകം ഉണ്ടാകാം. അത് ഔദ്യോഗിക ബഹുമതി, നമുക്കറിയാം ഈ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ഔദ്യോഗിക ബഹുമതിയോടെ പോലീസ് ആചാര വെടി മുഴക്കുന്നൊരു പതിവുണ്ട്. ആ ആചാര വെടിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ബഹുമതികളോടുള്ള സംസ്കാരങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകൾ, അതിന് ബ്ലാങ്ക് അമ്യൂണിഷൻ എന്നാണ് പറയുന്നത്. അതൊരു SI, ഒരു സബ് ഇൻസ്പെക്ടർ ചട്ടിയിലിട്ട് വറുത്തു. അത് പൊട്ടി.
അതാണ് ആ വാർത്ത. അത് ഒരുപക്ഷെ മനോരമയ്ക്ക് മാത്രമാണ് ആ വാർത്തയുള്ളത്. ഒന്നാം പേജിൽ വളരെ മനോഹരമായിട്ട് ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അത് എറണാകുളത്താണ് സംഭവം. എറണാകുളത്ത് AR ക്യാമ്പിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതാണ് ഈ മനോരമ അത്തരം വാർത്തകൾ കൊണ്ടുവരികയും അത് ഒന്നാം പേജിൽ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ മനോരമയ്ക്ക് ഇത്തരം വാർത്തകൾക്ക് വായിക്കാൻ ആളുകളുമുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ്. നേരെ മറിച്ച് അതുപോലെ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അത് മാധ്യമത്തെക്കുറിച്ചാണ്. മാധ്യമം അവരുടെ 5-ാം പേജിൽ അതൊരു പക്ഷേ നമ്മൾ പലപ്പോഴും സംസാരിച്ചുള്ള വാർത്തയാണ്. ഈ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾ എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത്, അവരെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടപെടുന്നത് എന്നുള്ളത്. അവർക്കായിട്ട് ചങ്ങാതി എന്ന് പറഞ്ഞൊരു പഠന സംവിധാനമുണ്ട്. അവർക്ക് മലയാളം പഠിക്കാൻ ഒരു ചങ്ങാതി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇനി ഡിജിറ്റലാവുകയാണ്. അതായത് ഈ നമ്മളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് അതിഥി തൊഴിലാളികളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിജിറ്റലായി മലയാളം പഠിക്കാൻ ചങ്ങാതി എന്ന ആപ്പ് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ സാക്ഷരതാ മിഷൻ ഇനി ഒരു ശില്പശാല നടത്തുന്നുണ്ട്. ആ ശില്പശാലയ്ക്ക് ശേഷം ഈ ചങ്ങാതി എന്ന് പറഞ്ഞ ആപ്പ് ഇനി ഡിജിറ്റലായി വരും. അത് മാധ്യമത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സേട്ട ഈ ചങ്ങാതി എവിടെ കിട്ടും. അതും ഒരു കൗതുകമുള്ള വാർത്തയാണ്. മറ്റ് പത്രങ്ങളിൽ ഇല്ലാത്തൊരു വാർത്തയായിട്ടാണ് അതിനെയും കാണാൻ കഴിയുന്നത്. ഈ മറ്റൊന്ന് ഇതുപോലെ തന്നെ ഇനിയൊരു വാർത്ത കൂടി പറയാം. കേരള കൗമുദി അവരുടെ 9-ാം പേജിൽ കൊടുത്തിട്ടുള്ളൊരു വാർത്തയാണ്. അത് ഒരുപക്ഷെ ഇന്നലെ എല്ലാവരും ശ്രദ്ധിച്ചാണ്. സ്കൂൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഉള്ള വീടുകളിലൊക്കെ ചർച്ചയായ വാർത്തയായിരിക്കും. +2 മലയാളം ചോദ്യപേപ്പറിൽ തെറ്റോട് തെറ്റ് എന്നാണ് കേരള കൗമുദിയുടെ ഹെഡിങ്. അത് 9-ാം പേജിൽ നന്നായി കൊടുത്തിട്ടുണ്ട്. തെറ്റുകൾ ഞാൻ വായിച്ചാൽ ദേശം കൗതുകമുണ്ടെന്ന് തോന്നുന്നു. താമസം, അതായത് പരീക്ഷാ പേപ്പറിലെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ പെടുന്ന താമസം എന്ന വാക്കിനെ താസമമാക്കിയാണ് ചോദ്യപേപ്പറിൽ. അതായത് ഇതിൻ്റെ കൗതുകം 27 ചോദ്യങ്ങളുണ്ട്. ആ 27ഓളം ചോദ്യങ്ങളിൽ ഏതാണ്ട് 15ഓളം അക്ഷരത്തെറ്റാണ്. അതായത് ആലോചിക്കണം, മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്, അക്ഷരത്തെറ്റാണ്. പണ്ട് അക്ഷരത്തെറ്റിന് സ്കൂളിൽ മാഷുമാർ പിടിച്ച് അടിച്ച കാലമൊക്കെ ഓർക്കാൻ വേണമെങ്കിൽ. 27 ചോദ്യങ്ങളിൽ 15 അക്ഷരത്തെറ്റുകൾ. ചിലത് ഞാൻ വായിക്കാം. സച്ചിനെക്കുറിച്ച് ചില വാക്കുകൾ തെറ്റുകൾ, അക്ഷരത്തെറ്റുകൾ. സച്ചിനെക്കുറിച്ച് എന്നുള്ളതിന് സച്ചിനെ കറിച്ച്, അങ്ങനെ 15 തെറ്റുകളും എണ്ണി കേരള കൗമുദി ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും വായിച്ചാൽ ഇന്ന് ഈ പ്രസ് സ്റ്റോപ്പ് വേഗം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അത് പത്രം വായിക്കുന്നവർക്ക് കൗതുകമുള്ള സംഗതിയാണ്. അത് കൗതുകത്തോട് മാത്രമല്ല വളരെ സീരിയസ് ആയ വിഷയമാണത്. അത് വളരെ സീരിയസ് ആയ വിഷയമാണ്. അക്ഷരത്തെറ്റുകൾ എവിടെയും വരാൻ പാടില്ല. പത്രങ്ങൾ വരുന്നതിന് വലിയ തെറ്റാണ്. അത് ചോദ്യപേപ്പറിൽ വരുന്നു, കുട്ടികളുടെ മുന്നിൽ വരുന്നു. അത് കൗമുദി 9-ാം പേജിൽ നല്ലൊരു വാർത്തയാക്കിയിട്ടുണ്ട്. അതും പറയാതെ പോകാൻ നിർവാഹമില്ല. മറ്റൊന്ന്, മലയാള പത്രങ്ങൾ ഒരു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന വാർത്തകൾക്കൊക്കെ അപ്പുറത്ത് മലയാള പത്രങ്ങൾ തമസ്കരിച്ചു പോയൊരു വാർത്ത ഈ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് മലയാള പത്രങ്ങൾ മറന്നുപോയി. ആ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ 2-ാം പേജിൽ, എനിക്ക് തോന്നുന്നു സിറ്റി എഡിഷൻ ആണെന്ന് തോന്നുന്നു, കൊച്ചിയുടെ ടൈംസ് സിറ്റി എന്നുള്ളതാണ്. അത് വളരെ വിശദമായി പക്ഷേ എല്ലാ എഡിഷനിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റോളൻ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ ഏതാണ്ട് 2-ാം പേജിൻ്റെ ഏതാണ്ട് 75% എടുത്തുകൊണ്ട് തന്നെയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത്. വലിയ രൂപത്തിലാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ ടൈംസ് അഭിനന്ദനം അർഹിക്കുന്നു. കാരണം മറ്റ് പത്രങ്ങൾ, മലയാളം പത്രങ്ങൾ തമസ്കരിക്കുന്നു, വിസ്മരിക്കുന്നു, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു, മറന്നു പോകുന്നു, മറ്റു വാർത്തകളുടെ കുത്തൊഴുക്കിൽ വിട്ടുപോകുന്നു. അങ്ങനെ വിട്ടുപോകുമ്പോൾ ടൈംസ് അത് മറക്കുന്നില്ല. സ്റ്റോളൻ ചൈൽഡ്ഹുഡ് എന്ന പേരിൽ വളരെ വിശദമായി അത് എഴുതുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വൈ കേരളാസ് യൂത്ത്സ് ടേൺ ടു ഡ്രഗ് പെഡ്ലിംഗ് എന്ന രൂപത്തിൽ, അതായത് ഇതെങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, കുട്ടികളിലേക്ക് ലഹരി എങ്ങനെയാണ് വരുന്നത്. അതിൽ 3 പേരുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഒരു കുട്ടിയുടെ അച്ഛൻ. അത്രയും പേരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അവരുടെ വീടുകളിലെ, സ്കൂളുകളിലെ, കലാലയങ്ങളിലേക്ക് വിഷയങ്ങൾ എടുത്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അതൊരു നല്ല നീക്കമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ മറ്റൊന്ന് ഇനി പോകേണ്ടത് അത് പറയാതെ പോകാൻ നിർവാഹമില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഇന്നലെ അത് മാതൃഭൂമി 1-ാം പേജിൽ വാർത്തയാക്കിയിട്ടുണ്ട്. ഈ മഹല്ലുകളിൽ, പള്ളി കമ്മിറ്റികളുടെ, മുസ്ലിം പള്ളി കമ്മിറ്റികളുടെ മഹല്ലുകളിൽ ഇന്നലെ, അതായത് താമരശ്ശേരി, ആ വാർത്ത എങ്ങനെയാണ്, താമരശ്ശേരിയിൽ കഴിഞ്ഞൊരു 2 മാസത്തിനിടെ 2 കൊലപാതകങ്ങളും 1 മരണവും നടന്നു. അത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കില്ല എന്നടക്കമുള്ള വലിയ തീരുമാനങ്ങൾ ഇന്നലെ പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ, കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റികൾ എടുത്തിട്ടുണ്ട്. അത് മാതൃഭൂമി 1-ാം പേജിൽ നല്ല വാർത്തയെ കൊടുത്തിട്ടുണ്ട്. അതും ഇക്കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. മറ്റ് പത്രങ്ങളൊക്കെ എനിക്കൊന്ന് മനോരമയൊക്കെ ഉൾപേജിലാണ് വാർത്ത കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല വാർത്തയാണ്, 1-ാം പേജിൽ കൊടുക്കേണ്ടതായിരുന്നു. മറ്റ് പത്രങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുകൂടി തോന്നുന്നു. മറ്റൊന്ന് ഇനി പറയാനുള്ള IPL വിശേഷമാണ്. കാരണം സ്പോർട്സ്, ക്രിക്കറ്റ് എല്ലാവർക്കും അത് എല്ലാവരെയും സംബന്ധിച്ചും വലിയ വാർത്തയാണ്. അത് IPL വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് നാളെ IPL ആരംഭിക്കുകയാണ്. അത് മനോരമയാണ് എടുത്തു പറയുന്നത്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഈ IPL ടീമുകൾ സഞ്ചരിച്ച ദൂരം, അതായത് കളിക്കാൻ വേണ്ടി ഓരോ സ്റ്റേഡിയത്തിലേക്ക് മത്സരിക്കാൻ പോകേണ്ട ദൂരം, അത് വളരെ വിശദമായി ഞാൻ വിശദീകരിക്കുന്നില്ല. അത് വലിയ വാർത്തയായി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ IPLന് കൂടുതൽ തിളക്കം എന്നൊരു വാർത്ത കൂടി മനോരമ എല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചില പത്രങ്ങളെ വിസ്മരിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, പന്തിൽ തുപ്പലും വിയർപ്പും ഒക്കെ ചേർക്കുന്ന രീതി ക്രിക്കറ്റിൽ, അത് നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്ക് അറിയാവുന്ന സംഗതിയാണ്.
ആ വിലക്ക് പിൻവലിച്ചിട്ടുണ്ട്. അത് IPL വരാൻ പോവുകയാണ്. മറ്റൊരു സ്പോർട്സ് വാർത്ത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ക്രിസ്റ്റി കോവൻട്രി ഒരു സിംബാബ്വെ ആഫ്രിക്കയിൽ നിന്നുള്ളൊരു വനിതയാണ്. അവരിനി അതായത് IOCയുടെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് ഒരു വനിത ആദ്യമായി വരുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ളൊരു സംഗതിയാണ്. ആ ക്രിസ്റ്റി നയിക്കുമെന്ന വാർത്ത വലിയ വാർത്തയായി തന്നെ മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടുത്തി കൊടുത്തു. മാതൃഭൂമി കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള മനോരമയാണെങ്കിലും മാതൃഭൂമി ആ ക്രിസ്റ്റി കോവൻട്രി വരുന്നതിനെ വലിയ വാർത്തയായി തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണ് വനിത ഈ ഇത്രയും കാലത്തെ ഏതാണ്ട് 100 വർഷത്തെ ചരിത്രമുള്ള ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു വനിത അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അവരൊരു നീന്തൽ താരം കൂടിയാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ അധ്യക്ഷയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ വാർത്തയുടെ പ്രാധാന്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കുന്നു. സേതു, ശ്രീജിത്ത് ബാലകൃഷ്ണന് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, പ്രസ് സ്റ്റോപ്പിലെ ചേട്ടൻ്റെ ഷർട്ടുകളെല്ലാം സൂപ്പറാണെന്ന്. ശ്രീജിത്ത് ബാലകൃഷ്ണന്റെ പ്രതികരണം എന്താണ് ഇതിന്? ഷർട്ടല്ല, ഈ പരിപാടി സൂപ്പറാന്ന് പറഞ്ഞാൽ ഷർട്ടിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, സന്തോഷം, നല്ല കാര്യമല്ലേ? സന്തോഷല്ലേ? ഹാപ്പി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ സന്തോഷമാണെങ്കിൽ എനിക്ക് സന്തോഷം. അപ്പോൾ ഓക്കെ, നമുക്ക് നാളെ കാണാം വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ.